ഏപ്രിൽ 16 ചൊവ്വാഴ്ച രാവിലെ 8:30 ശേഷം ഏകദേശം ഒരു 9 മണിക്കും 8:30 ഇടയിലായിട്ട് അബുദാബിയിലെ ഖാലിദിയയിലെ ഞങ്ങളുടെ താമസ സ്ഥലത്തു നിന്നുള്ള ബാൽക്കണിയിൽ നിന്നെടുത്ത UAE മഴയുടെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ശക്തമായ മഴ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഭാഗത്തൊക്കെ റോഡ് ഏകദേശം വെള്ളം നിറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 20 മിനിറ്റോളം മഴ ശക്തമായിട്ട് പെയ്തിട്ട് ആ മഴ സ്റ്റോപ്പായതിനു ശേഷം ഒന്ന് വെയിൽ വന്നു. ഈ 20 മിനിറ്റ് അതിശക്തമായിട്ടുള്ളൊരു മഴയാണ് പെയ്തത്. ആ ഒരു മഴ കഴിഞ്ഞ് പുറത്ത് ഞങ്ങളുടെ വില്ലയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഏകദേശം ഒരടിയോളം വെള്ളം മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ട്. റോട്ടിൽ നിന്നും നമ്മൾ ഞങ്ങളുടെ വില്ലക്കകത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തൊന്നും അത്രയ്ക്ക് വെള്ളം നിന്നിട്ടില്ല. പക്ഷേ ഈ വില്ലയുടെ ഗ്രൗണ്ടിലായിട്ടൊരു 2-3 റൂമുണ്ട്. ആ റൂമിനകത്തേക്കൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട്. അവിടെ താമസക്കാരുണ്ടായതുകൊണ്ട് നമുക്കവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ വില്ലയുടെ കോമ്പൗണ്ട് വരുന്നത്. ഇവിടെയൊന്നും അത്രത്തോളം വെള്ളമില്ല. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ മാറിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് പിന്നെ അന്ന് ഓൾറെഡി ഇവിടെ എല്ലാം ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിശക്തമായിട്ടൊരു കാറ്റും ഇടിയും മിന്നലോടും കൂടിയിട്ട് മഴ വീണ്ടും വരികയായിരുന്നു. അത് ആദ്യം വന്ന മഴയുടെ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് വന്നത്. ആ മഴ പെയ്തതിന് ശേഷമുള്ള കാഴ്ചകളാണ് കാണുന്നത്. മഴയുടെ ചീതൽ വന്നിട്ട് ഞങ്ങളുടെ ബാൽക്കണിയിലേക്കെല്ലാം വെള്ളം നിറഞ്ഞ അവസ്ഥ വരെ ഉണ്ടായി. ഇത് അബുദാബി ഷഹാമയിൽ നിന്നും എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ്. അവന് രാവിലെ കുട്ടിയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് തിരിച്ച് വരുമ്പോൾ റോഡിൽ ആ മഴയ്ക്ക് ശേഷം റോഡിൻ്റെ അവസ്ഥയാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ എടുത്ത വീഡിയോസല്ല, ഫ്രണ്ട്സ് പലവരും അയച്ചു തന്നതും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതായിട്ടുള്ള എല്ലാ വീഡിയോസും ഉണ്ട്. എഴുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴക്കാണ് UAE സാക്ഷ്യം വഹിച്ചത്. ചില പ്രദേശങ്ങളിലൊക്കെ 24 മണിക്കൂറിനുള്ളിൽ 250 മില്ലിമീറ്ററിൽ കൂടുതൽ, അതായത് ഏകദേശം ഒരു 10 ഇഞ്ചോളം മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴയെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് വരവേറ്റത്. പ്രത്യേകിച്ച് മലയാളികളായ നമുക്കൊക്കെ മഴ നമ്മളുടെ ഒരു വികാരമാണ്. ആയിരത്തി 1949 ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു മഴ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഈന്തപ്പനകളൊക്കെ പിഴുതെറിയുകയും കെട്ടിടത്തിൻ്റെ മുൻഭാഗങ്ങൾ തകരുകയും റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമൊക്കെ ചെയ്ത ഇതുപോലത്തെ ഒരു മഴ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ചില റോഡുകളിലൊക്കെ നദികൾ പോലെ വെള്ളം കെട്ടി നിന്നതിനാൽ പലർക്കും വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന അവസ്ഥ വരെ ഉണ്ടായി.
ദുബായ് പോലെ തന്നെ ഷാർജയുടെ സ്ഥിതിയും വളരെ മോശമായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ, ബിൽഡിങ്ങിൽ നിന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരെയുണ്ടായി. പ്രത്യേകിച്ച് സിറ്റി സെൻറ്റർ, കിങ് ഫൈസൽ, കാസ്മിയ, ഭൂശേഖര ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, അതുപോലെ എയർപോർട്ട് റോഡിലുള്ള ടണൽ, ഇതെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു. കാറ്റും മഴയും നീങ്ങിയതിന് ശേഷവും വിമാനത്താവള പ്രവർത്തനങ്ങൾ എല്ലാം തടസ്സപ്പെട്ടു. വിമാനങ്ങൾ റദ്ദാക്കുകയും വഴി തിരിച്ചുവിടുകയും ചെയ്യുന്നത് തുടർക്കഥയായി മാറി. ശക്തമായ കാറ്റിൽ ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഫർണിച്ചറുകൾ പറന്നു പോകുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. 24 മണിക്കൂറും വാഹനങ്ങൾ ഞെങ്ങിയിറങ്ങി ഓടുന്ന ഷെയ്ഖ് സാഹിദ് റോഡ് പോലും വെള്ളത്തിൽ മുങ്ങി. ഡെലിവറി സേവനങ്ങൾ, മെട്രോ, RTA ബസ് എല്ലാം പ്രവർത്തനം നിർത്തി. കാറുകൾക്കും കാൽനടയാത്രക്കാർക്കും പ്രവേശിക്കാൻ കഴിയാത്ത വെള്ളക്കെട്ടുള്ള തെരുവുകൾ കാരണം നിരവധി ദുബായ് നിവാസികൾക്ക് വീട് വിട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഷാർജയിലെ പല ബിൽഡിങ്ങുകളിൽ ലിഫ്റ്റ് പ്രവർത്തനം തടസ്സപ്പെട്ടതിനാൽ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം വരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല വീഡിയോസിലൂടെയും ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. പലരും മഴയെ പല വിധത്തിലാണ് വരവേറ്റത്. വെള്ളക്കെട്ടുകൾ നിറഞ്ഞതിൽ പലരും കുട്ടികളും ഒത്ത് ആ ഒരു വെള്ളക്കെട്ടിൽ നീന്തുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പല ആളുകളും ഇതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ മഴ വരുമ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലാണ് നമ്മൾ അതിനെ ഈ ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിലേക്ക് പലരും കൊണ്ടുപോയത്. പക്ഷേ അത് ഇത്രത്തോളം ഒരു ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് നമ്മൾ ഈ മഴ ആസ്വദിക്കുമ്പോഴും ഈ വെള്ളക്കെട്ടുകളിൽ കുട്ടികളും മറ്റ് ഫാമിലിയുമായിട്ടൊക്കെ വീഡിയോസ് എടുക്കുമ്പോഴൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതിനെ പല ആളുകളും പല രീതിയിലാണ് പ്രതികരിച്ചത്. ചിലർ അതിനെ പോസിറ്റീവായിട്ട് എടുത്തെങ്കിലും മറ്റു ചിലർ അത് നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് അവരുടെ വീഡിയോസിനും അതുപോലെ അവരുടെ ആ ഒരു ആസ്വാദനത്തിനെയൊക്കെ വിമർശിക്കുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദുബായ്, അബുദാബിയൊക്കെ 2-3 ദിവസം കൊണ്ട് കുറേ റിക്കവറി ആയെങ്കിലും ഷാർജയിലെ പല സ്ഥലങ്ങളിലും
വെള്ളം വലിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. പ്രത്യേകിച്ച് സിറ്റി സെൻറ്റർ, കിങ് ഫൈസൽ, ഭൂശേഖര ഏരിയകളിലൊക്കെ വെള്ളം വളരെ കുറഞ്ഞാണ് വലിഞ്ഞുകൊണ്ടിരുന്നത്. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായിൽ വിമാനങ്ങൾ റദ്ദാക്കി, ഗതാഗതം സ്തംഭിച്ചു, സ്കൂളുകളെല്ലാം പൂട്ടി. എയർപോർട്ടിലെ കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ പ്രകാരം ചൊവ്വാഴ്ച, അതായത് ഏപ്രിൽ 16 വെറും 12 മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്റർ, ഏകദേശം 4 ഇഞ്ച് മഴയാണ് രേഖപ്പെടുത്തിയത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം ദുബായ് സാധാരണയായിട്ട് ഒരു വർഷം മുഴുവൻ രേഖപ്പെടുത്തുന്ന മഴയാണ് ഇത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഒരുപാട് വീഡിയോ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെടുത്ത വീഡിയോ പോലും ഉണ്ടാകും. എന്തായാലും നമുക്കിതുപോലുള്ള സമയങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല. എന്തായാലും നിങ്ങൾ ഈ ചെയ്തു തന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ അതിൻ്റെ കണ്ടൻറ്റായി എടുത്തതിന് അതിന് ഞാനൊരു പ്രത്യേക നന്ദി എല്ലാവർക്കും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സീ ഇംഗ്ലീഷ് ന്യൂസ് ചാനലിൽ നിന്ന് കുറച്ച് ഫൂട്ടേജുകൾ എടുത്തിട്ടുണ്ട്. കലീജി ടൈംസിൻ്റെ കുറച്ച് വീഡിയോസ്, ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ചേർത്തിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്തത്. അതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇത് ഫുള്ളായിട്ട് എൻ്റെ കണ്ടൻ്റ് അല്ല, പലരുടെയും കണ്ടൻറ്റുകൾ കോർത്തിണക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ഈ കാഴ്ചകൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആണിത്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ മറ്റ് പ്രദേശങ്ങളെപ്പോലെ ദുബായും ചുറ്റുപ്രദേശങ്ങളും ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയാണ്. അതുപോലെ മഴ പെയ്യുന്നത് ഇവിടെ അപൂർവവുമാണ്. കൂടാതെ നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടാൻ ഇതൊക്കെയാണ് കാരണമായത്. ഈ ഒരു മഴ കാരണം പല ആളുകൾക്കും പല തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ നാശനഷ്ടങ്ങൾക്കൊക്കെ ഉള്ളൊരു പരിഹാരം ഉടനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ മഴയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉടനെ തന്നെ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.